37 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ 34ൻ്റെ മൂല്യം എത്ര? അപ്പോൾ നമുക്കിവിടെ 37 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ബൈ 34ൻ്റെ വില കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഈ ന്യൂമറേറ്റർ നോക്കുക, 37 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. നമുക്ക് ഇതിന് ഒരു സർവ്വസമവാക്യം ഉപയോഗിച്ച് ഫാക്ടറൈസ് ചെയ്യാം. അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഈ സർവ്വസമവാക്യം നമുക്കിവിടെ ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുമ്പോൾ 37 സ്ക്വയർ മൈനസ് 3 സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? നോക്കുക, എയുടെ സ്ഥാനത്ത് 37ഉം ബിയുടെ സ്ഥാനത്ത് 3ഉമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് 37 പ്ലസ് 3 ഇൻറ്റു 37 മൈനസ് 3 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 34. 37 3 40. 40 ഗുണം 37ൽ നിന്ന് 3 കുറച്ച് 34. 34 ബൈ 34. 34 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഉത്തരം 40. ശരി ഉത്തരം ഓപ്ഷൻ ഡി. എക്സ് എന്നത് വൈയുടെ 125%. എക്സ് പ്ലസ് വൈ സമം 90 ആണെങ്കിൽ 2x മൈനസ് വൈയുടെ മൂല്യം ഏതിന് തുല്യമാണ്? ഇവിടെ എക്സ് സമം വൈയുടെ 125% നൽകിയിരിക്കുന്നു. എക്സ് പ്ലസ് വൈ സമം 90 ആണെങ്കിൽ 2x മൈനസ് വൈ എത്രയെന്ന് കണ്ടുപിടിക്കണം. എക്സ് വൈയുടെ 125% ആയിട്ടുള്ളതുകൊണ്ട് എക്സ് സമം വൈ ഗുണം 100ൽ 125 എന്ന് എഴുതാം. 125% എഴുതുന്നത് 100ൽ 125. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 100നെ 125നെ 25 ഉപയോഗിച്ച് ഹരിക്കാം. അപ്പോൾ ഛേദത്തിൽ 4 അംശത്തിൽ 5 വരും. അല്ലെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം, എക്സ് സമം 4/5 വൈ അങ്ങനെ എഴുതാം. ഇനി എക്സ് പ്ലസ് വൈ 90 ആണ്. എക്സ് പ്ലസ് വൈ 90 ആയതുകൊണ്ട് ഇതിനകത്ത് എക്സിന് പകരം 4/5 വൈ എന്ന് കൊടുക്കുക. അതായത് 4/5 വൈ പ്ലസ് വൈ സമം 90. ഇത് കൂട്ടണമെങ്കിൽ ഇവിടെയും ഛേദം, ഇവിടെ ഛേദം 4 ഉണ്ട്, ഇവിടെയും ഛേദം 4 ആക്കണം. അപ്പോൾ അതിനായിട്ട് ഈ 4 കൊണ്ട് ഇവിടെ അംശത്തിലും ഛേദത്തിലും ഗുണിക്കുക. ഛേദം നിലവിൽ 1 ഉണ്ടെന്നുള്ളത് ഓർക്കുക. അപ്പോൾ 4/5 വൈ അധികം 4y ബൈ 4 സമം 90 എന്ന് വരും. ഇപ്പോൾ ഛേദം തുല്യമായി. അത് പൊതുവായ ഛേദമായിട്ട് എഴുതുക. 5y 4y കൂടെ കൂട്ടുക. 5y 4y കൂടെ കൂട്ടിയാൽ 9y സമം 90. ഇതിൽ നിന്ന് വൈയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. y സമം 4 അംശത്തിൽ ചെല്ലും. 90 ഗുണം 4 ബൈ 9 ഛേദത്തിലും. 9 കൊണ്ട് 90നെ ഹരിച്ചാൽ 10. 10 4 40. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് 40 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര വരും? ഇവിടെ വൈക്ക് വരെ 40 കൊടുത്താൽ മതി. 5/4 ഗുണം 40. 5 ഗുണം 10 വരും, അതായത് 50. എക്സിൻ്റെ വാല്യൂ 50. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2x മൈനസ് വൈ ആണ്. 2x മൈനസ് വൈക്ക് വൈയിൽ എക്സിന് പകരം 9ഉം വൈക്ക് പകരം 40ഉം കൊടുക്കാം. അതായത് 2 ഗുണം 50 മൈനസ് 40 എന്ന് വരും. 2 50 100. 100ൽ 40 കുറച്ച് 60. അപ്പോൾ ഉത്തരം 60. ശരി ഉത്തരം ഓപ്ഷൻ സി. 2 ദിവസം കൊണ്ട് 5 പേർക്ക് 20 മരങ്ങൾ മുറിക്കാം. 20 പേർ 3 ദിവസം ജോലി ചെയ്താൽ എത്ര മരങ്ങൾ മുറിക്കും? ഇവിടെ 2 ദിവസം കൊണ്ട് 5 പേർക്ക് 20 മരങ്ങൾ മുറിക്കാമെങ്കിൽ 20 പേർക്ക് 3 ദിവസം കൊണ്ട് എത്ര മരങ്ങൾ മുറിക്കാം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, 2 ദിവസം കൊണ്ട് 5 ആളുകൾ 20 മരം മുറിക്കും. 20 മരം മുറിക്കും. അപ്പോൾ ഇതേ 2 ദിവസം കൊണ്ട് തന്നെ 20 ആളായാലോ? 5 ആളിൻ്റെ സ്ഥാനത്ത് 20 ആളായ കഴിഞ്ഞാൽ എത്ര മരം മുറിക്കും? നോക്കുക, 5 ആളുകൾ 20 മരം മുറിക്കും. അപ്പോൾ 20 ആളുകൾ എത്ര മരം മുറിക്കും? 5ൻ്റെ 4 ഇരട്ടിയാണ് 20. അപ്പോൾ 20ൻ്റെ 4 ഇരട്ടി, അതായത് 80 മരം മുറിക്കും. അപ്പോൾ 2 ദിവസം കൊണ്ട് 20 ആളുകൾ 80 മരം മുറിക്കും. മറ്റു രീതിയിൽ പറഞ്ഞാൽ 20 ആളുകൾ 2 ദിവസം കൊണ്ട് 80 മരം മുറിക്കും. അപ്പോൾ ഒരു ദിവസം കൊണ്ടോ? നമുക്ക് 3 ദിവസത്തെ കാര്യമാണ് പറയേണ്ടത്. അപ്പോൾ 20 ആളുകൾ ഒരു ദിവസം കൊണ്ട് എത്ര മരം മുറിക്കും? ആളുകളുടെ എണ്ണത്തിൽ മാറ്റമില്ല, ദിവസങ്ങളുടെ എണ്ണം പകുതിയാകുന്നേ ഉള്ളൂ. അപ്പോൾ 80ൻ്റെ പകുതി 40 മരം മുറിക്കും. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3 ദിവസത്തെ കണക്ക് കിട്ടും. അതായത് 20 ആളുകൾ 3 ദിവസം കൊണ്ട് 80ഉം 40ഉം 120 മരം മുറിക്കും. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ സി 120. ആദ്യത്തെ 52 പൂർണ്ണസംഖ്യകളിൽ 2 എന്ന അക്കം എത്ര തവണ ദൃശ്യമാകും? ഇവിടെ ആദ്യത്തെ 52 പൂർണ്ണസംഖ്യകൾ അഥവാ ഹോൾ നമ്പേഴ്സിൽ 2 എന്ന അക്കം എത്ര തവണ എഴുതേണ്ടി വരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്.
നോക്കുക, ഇവിടെ ഹോൾ നമ്പേഴ്സാണ് നൽകിയിരിക്കുന്നത്. മലയാളത്തിൽ അഖണ്ഡ സംഖ്യകൾ എന്ന് പറയാറുണ്ട്. അവ തുടങ്ങുന്നത് 0-ലാണ്. അപ്പോൾ 0, 1, 2 അങ്ങനെയാണ് അത് പോകുന്നത്. ആദ്യത്തെ 52 എണ്ണം എടുക്കണം. അപ്പോൾ 51 വരെയുള്ള സംഖ്യകൾ എടുത്താൽ മതി. കാരണം കൂടെ 0 കൂടി അഡീഷണലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ 0 മുതൽ 51 വരെയുള്ള സംഖ്യകളിൽ 2 എത്ര തവണ എഴുതേണ്ടി വരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 2 യൂണിറ്റ് പ്ലേസിൽ അഥവാ 1ൻ്റെ സ്ഥാനത്തും വരുന്നുണ്ട്, അതുപോലെ 10ൻ്റെ സ്ഥാനത്തും വരുന്നുണ്ട്. അപ്പോൾ 2 1ൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യകൾ ഏതൊക്കെയെന്ന് നോക്കാം. 2, 12, 22, 32, 42. നോക്കുക, ഇവിടെ 51 വരെ ഉള്ളൂ, അതുകൊണ്ട് 52 എഴുതേണ്ടതില്ല. അപ്പോൾ യൂണിറ്റ് പ്ലേസിൽ 2 എഴുതേണ്ടി വരുന്നത് ഈ 5 സംഖ്യകളിലാണ്. അതായത് 5 തവണ യൂണിറ്റ് പ്ലേസിൽ എഴുതും. ഈ 10ൻ്റെ സ്ഥാനത്ത് 2 വരുന്നത് നമുക്ക് പിന്നീട് കൂട്ടാം. ഇനി 2 10ൻ്റെ സ്ഥാനത്ത് വരുന്നത് എവിടേക്കാണ്? 20, 21, 22, 23 അങ്ങനെ 29 വരെയുള്ള സംഖ്യകളിൽ 2 10ൻ്റെ സ്ഥാനത്ത് വരുന്നുണ്ട്. ഇവിടെ എല്ലാം 10ൻ്റെ സ്ഥാനത്താണ് വരുന്നത്. അപ്പോൾ 20 മുതൽ 29 വരെ 10 സംഖ്യകളുണ്ട്. അപ്പോൾ 10 സംഖ്യകളിൽ 2 10ൻ്റെ സ്ഥാനത്ത് എഴുതേണ്ടി വരും. അപ്പോൾ 10ൻ്റെ സ്ഥാനത്ത് 2 എഴുതേണ്ടി വരുന്നത് 10 തവണ, യൂണിറ്റ് പ്ലേസിൽ 2 എഴുതേണ്ടി വരുന്നത് 5 തവണ. അങ്ങനെ ടോട്ടൽ 15 തവണ 2 എഴുതേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ 52 ഹോൾ നമ്പേഴ്സിൽ 2 15 തവണ കാണാം. ശരി ഉത്തരം ഓപ്ഷൻ ബി. തുടർച്ചയായ 3 പൂർണ്ണസംഖ്യകളുടെ ഗുണനഫലം എപ്പോഴും ഡാഷ് കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാനാവും. ഇവിടെ തുടർച്ചയായ 3 പൂർണ്ണസംഖ്യകളുടെ ഗുണനഫലത്തിനെ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏത് സംഖ്യ കൊണ്ടാണ് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ പറ്റുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമാർഗ്ഗം നമുക്കൊരു ഉദാഹരണം എടുത്ത് പരിശോധിക്കുക എന്നുള്ളതാണ്. ഉദാഹരണം എടുക്കുമ്പോൾ ഹരിക്കാൻ പറ്റാത്ത സംഖ്യകൾ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് 1, 2, 3 ഇവ എടുക്കാം. ചെറിയ സംഖ്യകൾ എടുക്കുന്നതാണ് സൗകര്യം. അപ്പോൾ ഇവയുടെ ഗുണനഫലം എത്രയാണ്? 1, 2, 2, 2, 3, 6. 6ആണ് ഗുണനഫലം. ഈ 6നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, 8 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, 10 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അതേസമയം 6നെ 6 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഉത്തരമായി വരാവുന്നത് ഈ മറ്റ് 3 ഓപ്ഷൻസും തെറ്റായതുകൊണ്ട് ഉത്തരമായി വരാവുന്ന ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ശരി ഉത്തരം ഓപ്ഷൻ ബി 6. സമയം 3:20 ആയിരിക്കുമ്പോൾ ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ എത്ര? ഇവിടെ 3:20 ആയിരിക്കുമ്പോൾ ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ എത്രയെന്ന് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു മാർഗ്ഗം ഉപയോഗിക്കാം, ഒരു ഷോർട്ട് കട്ട്. തന്നിരിക്കുന്ന സമയത്തിലെ മണിക്കൂറിനെ 60 കൊണ്ടും മിനിറ്റിനെ 11 കൊണ്ടും ഗുണിക്കുക. 3 6 18, അപ്പോൾ 180 വരും. 11 2 22 ആയതുകൊണ്ട് 220 വരും. ഈ ഗുണനഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ പകുതി എടുത്താൽ നമുക്ക് കോണളവ് കിട്ടും. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം കാണുന്നതിനായിട്ട് 220 നിന്ന് 180 കുറയ്ക്കാം. അപ്പോൾ 40. 40ൻ്റെ പകുതി 20. അപ്പോൾ 20 ഡിഗ്രി ആയിരിക്കും സൂചികൾക്കിടയിലെ കോണളവ്. ശരി ഉത്തരം ഓപ്ഷൻ എ. 25% കിഴിവ് നൽകിയ ശേഷം ഒരു വിൽപ്പനക്കാരൻ 25% ലാഭം നേടുന്നു. വിപണി വിലയും ചെലവ് വിലയും തമ്മിലുള്ള അനുപാതം കാണുക. ഇവിടെ ഒരു വിൽപ്പനക്കാരൻ ഒരു സാധനത്തിന് 25% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ആ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോഴും അയാൾക്ക് 25% ലാഭം കിട്ടുന്നുവെങ്കിൽ വിപണി വിലയും ചെലവ് വിലയും തമ്മിലുള്ള അനുപാതം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ചില ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യാം. നമുക്ക് വിപണി വില മാർക്കറ്റ് പ്രൈസിനെ MP കൊണ്ട് സൂചിപ്പിക്കാം. അതുപോലെ ചെലവ് വില CP, കോസ്റ്റ് പ്രൈസാണ്, CP എന്ന് സൂചിപ്പിക്കാം. ഇനി ഇതിന് രണ്ടിനും ഇടയ്ക്ക് കിടക്കുന്ന ഒരു വിലയ്ക്കാണ് അയാൾ വിൽക്കുന്നത്, അതിനെ നമുക്ക് സെല്ലിംഗ് പ്രൈസ് എന്ന് വിളിക്കാം. ഇത് പരസ്യവിലയാണ്, ഇത് അയാൾക്ക് ചിലവായ തുകയാണ്. ഇനി അടുത്തത് അയാൾ ആ സാധനം വിൽക്കുന്നത് ഏത് വിലയ്ക്കാണോ അതിന് സെല്ലിംഗ് പ്രൈസ് SP എന്ന് സൂചിപ്പിക്കാം. അങ്ങനെയെങ്കിൽ നോക്കുക, 25% ഡിസ്കൗണ്ട് അയാൾ നൽകുന്നുണ്ട്. അതായത് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ പരസ്യവിലയേക്കാൾ 25% കുറച്ചാണ് അയാൾ സാധനം വിൽക്കുന്നത്. അല്ലെങ്കിൽ പരസ്യവിലയേക്കാൾ 25% കുറയുക എന്ന് പറഞ്ഞാൽ പരസ്യവിലയുടെ 75% അയാളുടെ സെല്ലിംഗ് പ്രൈസ്. പരസ്യവിലയുടെ 75% അയാളുടെ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഒരു ബന്ധം നമുക്ക് കിട്ടി. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിൻ്റെ 75%. മാർക്കറ്റ് പ്രൈസ് ഗുണം 100/75. നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. MP ഗുണം 100നെ 75നെയും 25 ഉപയോഗിച്ച് ഹരിച്ചാൽ ഇവിടെ 4ഉം ഇവിടെ 3ഉം വരും. 4ൽ 3 വരും. ഇനി അതുപോലെ തന്നെ കച്ചവടക്കാരന് ഈ 25% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ 25% ലാഭം കിട്ടുന്നുണ്ട്. ലാഭം കണക്കാക്കുന്നത് അയാളുടെ ചെലവിലാണ്, ചെലവ് വിലയ്ക്കാണ്, അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിലാണ് ലാഭം കിട്ടുന്നത്. അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിനേക്കാൾ 25% കൂടുതൽ അയാൾക്ക് ലഭിക്കുന്നുണ്ട്.
കോസ്റ്റ് പ്രൈസിനേക്കാൾ 25% കൂടുതൽ ലഭിക്കുക എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിൻ്റെ 125%-ത്തിനാണ് അയാൾ ആ സാധനം വിൽക്കുന്നത്. കോസ്റ്റ് പ്രൈസിൻ്റെ 125%-മാണ് അയാളുടെ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ അടുത്തൊരു ബന്ധം നമുക്ക് കിട്ടി. എസ് പി സമം കോസ്റ്റ് പ്രൈസിൻ്റെ 125%. കോസ്റ്റ് പ്രൈസ് ഗുണം 100-ൽ 125. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ 4-ഉം ഇവിടെ 5-ഉം വരും. അല്ലെങ്കിൽ സി പി ഇൻറ്റു 4-5. ഇനി വിപണി വിലയും ചെലവ് വിലയും, അതായത് എം പിയും സി പിയും തമ്മിലുള്ള അംശബന്ധമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കുക, ഇത് രണ്ടും സെല്ലിംഗ് പ്രൈസ് തന്നെയാണ് ഈ 2 ലൈനിലും എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും നമുക്ക് ഇവിടെ ഇക്വേറ്റ് ചെയ്യാം. എം പി ഇൻറ്റു 4-ൽ 3 സമം സി പി ഇൻറ്റു 4-ൽ 5 ആണ്. രണ്ടിടത്തും 4 കൊണ്ട് ഹരിച്ചേക്കാണ്. 4 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എം പി ഇൻറ്റു 3 സമം സി പി ഇൻറ്റു 5 എന്ന് വരും. ഇനി നമുക്ക് എം പിയും സി പിയും തമ്മിലുള്ള അംശബന്ധം കാണാനായിട്ട് സി പി ഇങ്ങോട്ട് കൊണ്ടുപോകാം. അതായത് എം പി ബൈ സി പി സമം ഈ 3 ഇങ്ങോട്ട് വരുമ്പോൾ ഛേദത്തിൽ വരും 5/3 എന്ന് വരും. ഇതിനെ അംശബന്ധമായിട്ട് എഴുതിയാൽ എം പി ഈസ്റ്റു സി പി സമം 5:3 എന്ന് കിട്ടും. അതായത് വിപണി വിലയും ചെലവ് വിലയും തമ്മിലുള്ള അംശബന്ധം 5:3 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ എ. ഒരാൾ വടക്കോട്ട് 25 അടി നടന്നു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 25 അടി നടന്നു. അയാൾ വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 50 അടി നടന്നു. അയാൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്ര ദൂരെയാണ്, ഏത് ദിശയിലാണ്? അപ്പോൾ ഇത് ഡയറക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഡയറക്ഷൻസ് ഒന്ന് മാർക്ക് ചെയ്യാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഇതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സൗകര്യമുണ്ട്. ഇനി നമുക്കൊരു റഫ് ഫിഗർ വരയ്ക്കാം. ഒരാൾ വടക്കോട്ട് 25 അടി നടന്നു. അപ്പോൾ ഇതാണ് അയാളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എ എന്ന് കരുതുക. ഇവിടെ നിന്ന് 25 അടി വടക്കോട്ട് നടന്നു. 25 അടി. അപ്പോൾ വടക്കോട്ടാണ് അയാളുടെ ഡയറക്ഷൻ. ഇനി അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു. വടക്കോട്ട് നോക്കിയിരിക്കുന്ന ഒരാൾ വലത്തോട്ട് തിരിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്കോട്ടാവും. എന്നിട്ട് ഇങ്ങോട്ടും 25 അടി നടന്നു. 25 അടി നടന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 50 അടി നടന്നു. ഇപ്പോൾ അയാൾ കിഴക്കോട്ടാണ് നോക്കിയിരിക്കുന്നത്. അയാൾ വലത്തോട്ട് തിരിയുമ്പോൾ താഴോട്ട് തെക്കോട്ടായിരിക്കും വരിക. തെക്കോട്ട് 50 അടിയാണ് നടന്നത്. 50 അടി. ഇത് 50 അടി. ഇതാണ് അയാളുടെ ഫിനിഷിംഗ് പോയിന്റ്. അയാൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്ര ദൂരെയാണ്, ഏത് ദിശയിലാണ്? അപ്പോൾ ഈ ഡിസ്റ്റൻസും ആ ഡയറക്ഷനുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഈ ചതുരം ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇതും 25 ആണ്. അപ്പോൾ ഇതും 25 വരും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇതും 25 വരും. അതായത് ഒരു സമയതര രൂപത്തിലാണ് വരുന്നത്. നോക്കുക, ഇത് മൊത്തം 50 അടിയായിരുന്നു. മൊത്തം 50 അടി. അതിൽ 25 അടി ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ബാക്കി ഇവിടെയുള്ളതും 25 അടിയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ഡിസ്റ്റൻസും ഈ ദിശയുമാണ്. നമുക്ക് ആദ്യം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. നോക്കുക, ഇതൊരു മട്ടത്രികോണമാണ്. ഇത് മട്ടത്രികോണമായതുകൊണ്ട് പൈതഗോറസ് തിയറം ആപ്ലിക്കബിൾ ആണ്. നമുക്ക് ഡിസ്റ്റൻസിനെ ഡി എന്ന് സൂചിപ്പിക്കാം. അങ്ങനെയെങ്കിൽ ഓർക്കുക, പൈതഗോറസ് തിയറം അനുസരിച്ച് 2 ലംബവശങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുക അതിൻ്റെ കർണത്തിൻ്റെ വർഗ്ഗത്തിന് തുല്യമായിരിക്കും. ഹൈപ്പോട്ടന്യൂസിൻ്റെ വർഗ്ഗത്തിന് തുല്യമായിരിക്കും. അപ്പോൾ ഡി സ്ക്വയർ എന്ന് പറയുന്നത് 25 സ്ക്വയർ, ഇതൊരു ലംബവശം, ഇത് മറ്റൊരു ലംബവശം, പ്ലസ് 25 സ്ക്വയർ എന്ന് വരും. ഇതിൻ്റെ നമുക്ക് ഡി കണ്ടുപിടിക്കണം, അതായത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഇതിൻ്റെ സ്ക്വയേഴ്സ് ഒന്നും കാണണ്ട. പകരം 25 സ്ക്വയറും കൂട്ടുന്ന നമുക്ക് 2 × 25 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഡി കണ്ടുപിടിക്കാൻ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. റൂട്ട് ഓഫ് 2 × 25 സ്ക്വയർ സമം 25 സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 25 സ്ക്വയർ, അതിൻ്റെ റൂട്ട് എടുത്തു കഴിയുമ്പോൾ സ്ക്വയറും പോവും. അതായത് 25 വരും. 25 സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 25. 2ൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതായത് 25 √2. അപ്പോൾ 25 √2 ഫീറ്റാണ് ഈ ഡിസ്റ്റൻസ്. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ നോക്കുക. തെക്ക് കിഴക്കാണ് ഡയറക്ഷൻ, തെക്ക് കിഴക്ക്. അപ്പോൾ തെക്ക് കിഴക്ക് 25 √2 അടി അകലത്തിലാണ് അയാൾ നിൽക്കുന്നത്. തെക്ക് കിഴക്കേ ഡയറക്ഷനിൽ നോക്കുക, എയുടെ കിഴക്ക് വശമാണിത്, തെക്ക് വശവുമാണ്. അപ്പോൾ തെക്ക് കിഴക്കേ ഡയറക്ഷനിൽ 25 √2 അടി അകലത്തിലാണ് പുള്ളി നിൽക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ അതില്ല. അപ്പോൾ തെക്ക് കിഴക്കേ ഡയറക്ഷനിൽ 25 √2 അടി അകലത്തിലാണ് അയാൾ നിൽക്കുന്നത്. 4 11 4 ഭാഗം 11 16 മൈനസ് 2 -3 മൈനസ് ബ്രാക്കറ്റിനുള്ളിൽ 1 - 2 പ്ലസ് x = 0 ആണെങ്കിൽ എക്സിൻ്റെ മൂല്യം എത്ര?
ഇപ്പോൾ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യണം. നമുക്ക് ഈ ഡിവിഷൻ ചെയ്യണം. ആ ഡിവിഷൻ ചെയ്യണമെങ്കിൽ ആദ്യം ഇതിൻ്റെ രൂപമാറ്റം ഒന്നും വരുത്തണം. നോക്കുക, ഇത് മിക്സഡ് ഫ്രാക്ഷൻ രൂപത്തിലാണ്, അതിനെ രൂപമാറ്റം വരുത്താം. നമുക്ക് സ്റ്റെപ്പ് കുറയ്ക്കുന്നതിനായിട്ട് ഈ കൂടെ തന്നെ ഈ ബ്രാക്കറ്റിൽ കുറയ്ക്കാനുള്ളത് കുറച്ച് വെക്കാം, ഒക്കെ ചെയ്യാം. ഇപ്പോൾ 4ഉം 11ൽ 4നെ രൂപമാറ്റം വരുത്തണമെങ്കിൽ 4 ഗുണം 11 ആദ്യം കാണണം. അതിനോടുകൂടി അംശമായി 4 കൂട്ടുക. 11 4 44ആണ്. 44നോടുകൂടി 4 കൂടെ കൂട്ടുമ്പോൾ 48. അപ്പോൾ ഇത് 48 ഭാഗം 11 ഭാഗം 16/11 ഇങ്ങനെ വരും. മൈനസ് 2 മൈനസ് 3 മൈനസ് 1 മൈനസ് 2 നമുക്ക് കുറച്ച് വെക്കാം. 1ൽ നിന്ന് 2 കുറച്ചാൽ ചെറുതിൽ നിന്ന് വലുതാണ്. അപ്പോൾ -1 കിട്ടും. -1 പ്ലസ് എക്സ് സമം 0 എന്ന് വരും. ഇനി ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കണമെങ്കിൽ ഈ ഛേദത്തിൽ വരുന്ന ഭിന്നസംഖ്യ ഇതാണ്, ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് 48/11 ഇൻറ്റു 11/16 എന്നാവും. മൈനസ് ഇവിടെ നോക്കുക, 2ൽ നിന്ന് 3 കുറയ്ക്കണം, അതിൽ നിന്ന് -1 കുറയ്ക്കണം. 2ൽ നിന്ന് 3 നമുക്ക് ആദ്യമേ കുറയ്ക്കാം. 2ൽ നിന്ന് 3 കുറച്ചാൽ അതും -1 തന്നെ. അപ്പോൾ -1 മൈനസ് -1 പ്ലസ് എക്സ് സമം 0 എന്നാവും. ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാമല്ലോ. 11ഉം 11ഉം ക്യാൻസൽ ചെയ്യാം. 16ൻ്റെ 3 ഇരട്ടിയാണ് 48. അപ്പോൾ 16 കൊണ്ട് 48നെ ഹരിച്ചാൽ 3 എന്ന് കിട്ടും. അപ്പോൾ ഇത് ചുരുങ്ങി 3 മൈനസ്, നോക്കുക ഇവിടെ -1ൽ നിന്ന് -1 തന്നെയാണ് കുറയ്ക്കുന്നത്. -1ൽ നിന്ന് -1 തന്നെ. അപ്പോൾ എന്താ, ഒരു സംഖ്യ അത് തന്നെ കുറയ്ക്കണമെങ്കിൽ 0 വരുന്നത്. അപ്പോൾ 3 മൈനസ് 0, ഇപ്പോൾ ബ്രാക്കറ്റിന് പ്രസക്തിയില്ല, പ്ലസ് എക്സ് സമം 0 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം നോക്കുക, 3 മൈനസ് 0, ഇനി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോയാൽ മതി. 3ൽ നിന്ന് 0 കുറച്ചാൽ 3 തന്നെ. അപ്പോൾ 3 പ്ലസ് എക്സ് സമം 0 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര വരണം, ഈ 3 ഇപ്പുറം കൊണ്ടുവരിക, -3 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത് -3 എന്നാണ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ +3 ആണുള്ളത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ -3. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ എഡ്യൂക്കേഷൻ എന്നത് JHPFBNRDB എന്ന് എഴുതുന്നു. ആ കോഡ് ഭാഷയിൽ മെഡിസിൻസ് എങ്ങനെ എഴുതാം? അപ്പോൾ ഇവിടെ എഡ്യൂക്കേഷൻ EDUCATION, ഇതിൻ്റെ കോഡ് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ എഴുതാം. JHPFBNRDB, ഇതാണ് എഡ്യൂക്കേഷൻ്റെ കോഡ്. ഇതേ കോഡ് ഭാഷയിൽ മെഡിസിൻസ് എങ്ങനെ എഴുതുമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ഈ കോഡ് വന്നതെന്ന് നോക്കാം. ഈ കോഡുകളൊന്നും നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒന്ന് വാക്കിൻ്റെയും അതിൻ്റെ കോഡിൻ്റെയും അതിൽ തന്നിരിക്കുന്ന അക്ഷരങ്ങളുടെ അക്ഷരമാലയിലെ ക്രമനമ്പർ ഒന്ന് എഴുതാം. നോക്കുക, A ഒന്നാമത്തെ അക്ഷരമാണ്, C 3, D 4, E 5, U 21ാമത്തെ അക്ഷരം, T 20, I 9, O 15, N 14. ഇനി അതിൻ്റെ കോഡ് നോക്കുക. J 10ാമത്തെ അക്ഷരം, H 8ാമത്തെ അക്ഷരം, P 16, F 6, B 2, ഇവിടെയും B 2 എഴുതാം, N 14ാമത്തെ അക്ഷരം, R 18, D 4. നമുക്ക് 5ാമത്തെ അക്ഷരത്തിൻ്റെ കോഡ് 10ാമത്തെ അക്ഷരമാണ്, 4ാമത്തെ അക്ഷരത്തിൻ്റെ കോഡ് 8ാമത്തെ അക്ഷരം, അതുപോലെ 3ാമത്തെ അക്ഷരത്തിൻ്റെ കോഡ് 6ാമത്തെ അക്ഷരം, 1ാമത്തെ അക്ഷരത്തിൻ്റെ കോഡ് 2ാമത്തെ അക്ഷരം. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ വന്ന് കാണും ഈ 4-5 എണ്ണം എടുത്തപ്പോൾ. എന്താണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അവയുടെ ക്രമനമ്പർ, അതിൻ്റെ ഇരട്ടി ക്രമനമ്പർ വരുന്ന അക്ഷരം എടുക്കുക. അപ്പോൾ 21ാമത്തെ അക്ഷരത്തിൻ്റെ ക്രമനമ്പർ കോഡ് അങ്ങനെ 16ാമത്തെ അക്ഷരമായി പി വന്നു. അത് നോക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുള്ളത് നോക്കാം. 14ാമത്തെ അക്ഷരത്തിൻ്റെ കോഡ് 2ാമത്തെ അക്ഷരമായ ബി ആണ്. 14ാമത്തെ അക്ഷരമായ എന്നിൻ്റെ കോഡ് 2ാമത്തെ അക്ഷരമായ ബി. നോക്കുക, 14ൻ്റെ ഇരട്ടി 28ആണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ 26 അക്ഷരങ്ങളേ ഉള്ളൂ. അപ്പോൾ 28ൽ നിന്നും 26 കുറച്ചാൽ കിട്ടുന്നത് 2 ആണല്ലോ. ആ 2 ഇവിടെ 2ാമത്തെ അക്ഷരമായ ബി എഴുതിയത്. അപ്പോൾ ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. 15ാമത്തെ അക്ഷരമാണോ 5ൻ്റെ ഇരട്ടി 30, 30ൽ നിന്ന് 26 കുറച്ച് 4, അപ്പോൾ 4ാമത്തെ അക്ഷരമായി ഡി അതിന് കോഡ് കൊടുത്തു. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കോഡ് പെട്ടെന്ന് എഴുതാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ക്രമനമ്പറുകൾ എഴുതണം. M 13ാമത്തെ അക്ഷരം, E 5, D 4, I 9, C 3, I 9,
N 14, E 5, S 19. അപ്പോൾ 13ാമത്തെ അക്ഷരത്തിൻ്റെ കോഡ് 26ാമത്തെ അക്ഷരമായിരിക്കണം, അതായത് Z. 5ാമത്തെ അക്ഷരത്തിൻ്റെ കോഡ് 10ാമത്തെ അക്ഷരം J. D 4ാമത്തെ അക്ഷരമാണ്, അതിൻ്റെ കോഡ് വരേണ്ട 8ാമത്തെ അക്ഷരം H. I 9ാമത്തെ അക്ഷരമാണ്, 18ാമത്തെ അക്ഷരമായ R വേണം കോഡ് വരാൻ. C 3ാമത്തെ അക്ഷരം, അപ്പോൾ 6ാമത്തെ അക്ഷരമായ F. അടുത്തതും 9ാമത്തെ അക്ഷരമാണ്, അപ്പോൾ അതിൻ്റെ ഇരട്ടി 18, 6ാമത്തെ അക്ഷരം വേണം. 14ാമത്തെ അക്ഷരമായ N-ന് 28ാമത്തെ അക്ഷരം വരണം. 26 അക്ഷരങ്ങളേ ഉള്ളൂ. അപ്പോൾ 28 നിന്ന് 26 കുറച്ചാൽ 2. 2ാമത്തെ അക്ഷരമായ B ആണ് അതിൻ്റെ കോഡ്. E 5, അപ്പോൾ 10ാമത്തെ അക്ഷരം ഏതാണ്? 10ാമത്തെ അക്ഷരം J വരണം ഇവിടെ. S 19ാമത്തെ അക്ഷരമാണ്. 19ൻ്റെ ഇരട്ടി 38. 38 നിന്ന് 26 കുറച്ച് കഴിഞ്ഞാൽ 12 വരും. 12ാമത്തെ അക്ഷരം വേണം. 12ാമത്തെ അക്ഷരം L. അപ്പോൾ ZJHRFRBJL എന്നുള്ളതാണ് ഇതിൻ്റെ കോഡ് വരേണ്ടത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ക്രമപ്രകാരം ZJHRFRBJL ആണ് കോഡ് വരേണ്ടത്. എന്നാൽ ഈ ഉത്തരം, ഈ നടുക്ക് F വരുന്ന ഉത്തരം ഈ തന്നിരിക്കുന്നതിലൊന്നുമില്ല. എല്ലാത്തിലും X ആണ് നടുക്ക് വരുന്നത്. പിന്നെ ഇതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഉത്തരം ഓപ്ഷൻ C ആണ്.